4.5 പതിറ്റാണ്ടായി തിയേറ്ററിൽ പോയി മാത്രം സിനിമകൾ കണ്ട് നിർവൃതിയടയുന്ന ഒരു 65-കാരി നമുക്കിനി പരിചയപ്പെടാം. തൃശൂർ അരിമ്പൂർ സ്വദേശി ലീലയാണ് സിനിമയെ തൻ്റെ ജീവിതചര്യയുടെ ഭാഗമാക്കി കളഞ്ഞത്. ഈ കാലയളവിൽ 689 സിനിമകളാണ് ലീല തിയേറ്ററിൽ കണ്ടത്. 24 തൃശൂർ ഔട്ട് സ്റ്റേഷൻ ബ്രോഡ്കാസ്റ്റ് ടീം അംഗം മണികണ്ഠൻ കുറുപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇനി. ലീലയ്ക്ക് പ്രായം 65. വാർദ്ധക്യത്തിന്റെ ആദികളില്ല. എപ്പോഴും മനസ്സ് സന്തോഷിക്കണം, ഉല്ലസിക്കണം. അതിനായി ഇടയ്ക്കിടെ സിനിമകൾ കാണണം, അതും സിനിമാ തിയേറ്ററിൽ പോയി മാത്രം. അങ്ങനെ ഇതുവരെ കണ്ടു തീർത്ത സിനിമകൾ 689 എണ്ണം. കണ്ട സിനിമകളുടെ കണക്കുകൾ കൃത്യമായ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലീല ജനിച്ചത് സിലോണിലാണ്. 3-ാം ക്ലാസ് വരെയാണ് പഠിക്കാൻ സാധിച്ചത്. തൃശൂർ നെല്ലിക്കുന്നിലായിരുന്നു ചെറുപ്പകാലം. അക്കാലത്ത് വീടിനടുത്തുള്ള ഉദയ ടാക്കീസിൽ സിനിമകൾ കണ്ടാണ് തുടക്കം. നസീറിന്റെ 500ാമത്തെ പടം കരിപുരണ്ട ജീവിതമാണ്. അതേപോലെ തന്നെയാണ് ആ പടം. അങ്ങനെ തന്നെ സത്യമാഷ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ കാര്യമാണ്. സത്യമാഷ അന്ന് എനിക്ക് ഈ നോട്ടീസ് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ എനിക്ക് 13 വയസ്സാണ് പ്രായം. മിഷൻ ആസ്പത്രിയിൽ എൻ്റെ അപ്പച്ചൻ വയ്യാതെ കിടക്കുമ്പോൾ അവിടെ വിൽക്കാൻ കൊണ്ടുവന്നതിന് ഒരു ബുക്ക് ഞാൻ വാങ്ങിച്ചതാണത്. ഇന്നും ഞാൻ ഇത്രയും വയസ്സിൽ അതെല്ലാം കാത്തു സൂക്ഷിച്ചു വെക്കും. 1978 തൃശൂർ സ്വദേശി ജോയിയെ വിവാഹം കഴിച്ചതോടെ സിനിമാഭ്രമം കൂടി. രണ്ടുപേരും ഒരുമിച്ച് നിരവധി സിനിമകൾ കണ്ടു തീർത്തു. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ഒരു സിനിമ കണ്ടുവന്ന് ആ വിഷമങ്ങളെല്ലാം തീരും. എന്നോടൊപ്പം തന്നെ എൻ്റെ ഭർത്താവും മക്കളും എൻ്റെ അമ്മയും എല്ലാവരും അതിനോടൊപ്പം യോജിച്ച് നിൽക്കുന്ന ഒരാൾക്കാരാണ്. ചില ദിവസങ്ങൾ സിനിമയ്ക്ക് പോകുമ്പോൾ ഒരു ദിവസം തന്നെ 2 സിനിമയും കണ്ടിരിക്കും. അതായത് ഫസ്റ്റ് മാറ്റിനി കണ്ടു വന്നാൽ സെക്കൻഡ് കാണാൻ പോകും. അത്രയും ജീവനാണ് എനിക്ക് സിനിമ എന്ന് വെച്ചാൽ. 1975 നാട്ടിൽ കാളവണ്ടിയിൽ വന്ന് വിതറിയ അഭിമാനം എന്ന സിനിമയുടെ പോസ്റ്റർ കേടുകൂടാതെ ലീലയുടെ കൈവശം ഇപ്പോഴുമുണ്ട്. ശാരദയാണ് ഇഷ്ടപ്പെട്ട നടി. പെരിയാറേ പർവ്വതനിരയുടെ പനനീരിൽ കുളിരും കൊണ്ടു കൂണങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ. ആദ്യം വീട്ടിലെ കട്ടിളപ്പടിയിലും മറ്റുമാണ് സിനിമയുടെ പേരുകൾ എഴുതിയിരുന്നത്. പിന്നീടത് പഴയൊരു പുസ്തകത്തിലേക്ക് മാറ്റി. ഏറ്റവും ഒടുവിൽ തിയേറ്ററിൽ പോയി കണ്ട വിക്രം എന്ന സിനിമയുടെ പേരും ലീലയുടെ കൈപ്പുസ്തകത്താളിൽ എഴുതി ചേർത്തിട്ടുണ്ട്. 24 തൃശൂർ.